ഗം ഗണപതയേ നമഃ. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർദ്രസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം നമോ ഭഗവതേ വാസുദേവായ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം നമഃ ശിവായ. ശിവനേ ശിവശങ്കരായ നമസ്തേ നാരായണായ. സമസ്ത ദുരിതവും തീർക്കണേ നമോസ്തുതേ. ഓം നമോ നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് തിങ്കളാഴ്ച ദിവസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശിവഭഗവാന്റെ കാര്യം, മഹാദേവനെ കുറിച്ച് പറയാമെന്ന് കരുതിയിട്ടാണ് വന്നത്. മഹാദേവ ഭക്തർ ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ പോന്നോളൂ, എല്ലാവരും പോന്നോളൂ, എല്ലാ ഭക്തരും പോന്നോളൂ. അപ്പോൾ മഹാദേവനെ കുറിച്ചിട്ടാണ്. മഹാദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ തന്നെ ശക്തിയാണ്. പ്രപഞ്ചം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായ വിഷ്ണുവിനോടൊപ്പം പ്രപഞ്ചം നയിച്ചു കൊണ്ടുപോകുന്നത് മഹാദേവനാണ്. അപ്പോൾ ആ ഹരിയും ഹരനും രണ്ടല്ല, ഒന്നാണ്. മഹാദേവൻ എന്ന് പറഞ്ഞാൽ മംഗളം അരുളുന്നതാണ്. നമ്മുടെ പ്രപഞ്ചത്തിന് മൊത്തത്തിൽ മംഗളം അരുളുന്നതും, അതുപോലെ തന്നെ നമ്മുടെ പ്രപഞ്ചത്തിൽ എന്താ പറയുക, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, ഭൂമിയിൽ അത്രയ്ക്കും ഇതുണ്ടാവുന്ന സമയത്ത് ഭൂമിയെ സംഹരിച്ചിട്ട് സംഹാരം നടത്തിയിട്ട് പുതിയ പ്രപഞ്ചം നിർമ്മിക്കുന്നത്, പുതിയ പ്രപഞ്ചത്തിലേക്ക് വിടാൻ വേണ്ടിയിട്ട് അത് സംഹരിക്കുന്നത് ശിവഭഗവാനാണ്. അപ്പൊ ശിവഭഗവാനെ കുറിച്ച് പറയുന്നത് നമുക്ക് അനന്തമാണ്, അത്രയും നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. എന്നുവെച്ചാൽ നമുക്ക് ഫ്രീഡമാണ്, ഒരാത്മാവിന് ഫുൾ ഫ്രീഡം തരുന്നു. അവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. കാരണം ആ ഒരു കൺട്രോളിങ് പവർ നമുക്കുള്ളത് കൊണ്ട് തന്നെ എവിടെ വരെ ഭഗവാൻ അറിയാം, നമ്മൾ എവിടെ വരെ പോയാൽ എവിടെ വരെ നമ്മൾ പോവും, നമ്മൾ എന്ത് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിലെല്ലാം ഒരു കൺട്രോളിങ് പവർ, ഭഗവാൻ അത് അറിയാൻ പറ്റും. നമുക്ക് അത്രയൊരു പ്രൊട്ടക്ഷനാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ അത്രയും പ്രൊട്ടക്ഷൻ, നമുക്ക് അത്രയും സ്വാതന്ത്ര്യമാണ്. സ്വന്തമായിട്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ആ യോഗ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക്, ഇപ്പം എനിക്ക് ഇന്ന് രാവിലെ തന്നെ ഒരു മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു, ഇവിടെ അടുത്ത് തന്നെയാണ്, അതിന് ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ മെഡിറ്റേഷൻ ക്ലാസ്സിന് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ണുകളൊക്കെ അടച്ചിട്ട് ആ യോഗിക് പവറാണ് നമുക്ക് വരുന്നത്. ആ മെഡിറ്റേഷനിലുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു പവർ എന്ന് പറയുന്നത് ഒരു വലുതാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ബ്രഹ്മത്തെ കാണുക എന്നുള്ളതാണ് സദാശിവൻ എന്ന് പറയുന്ന ശിവ തത്വം എന്ന് പറയുന്നത്, ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എത്രയൊക്കെ ശത്രുക്കൾ ഉണ്ടായ കൂടിയും ആ ശത്രുക്കളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ തരും ഭഗവാൻ. അത്രയ്ക്കും പവർഫുൾ ആണ് ശിവഭഗവാൻ എന്ന് പറയുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം, ഒരു ആത്മാവിന് എത്രത്തോളം സ്വാതന്ത്ര്യം, അവർക്ക് സ്വന്തമായിട്ട് എത്രത്തോളം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമോ, എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ കഴിയുന്ന അത്രയും സ്വാതന്ത്ര്യമാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു കൺട്രോളിങ് പവറും വരുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രമായിട്ടുള്ള ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ അത് എപ്പോഴും പറയാം. അതായത് ഹരന്റെ ഉള്ളില് ഹരിയും, അതായത് ശിവഭഗവാന്റെ ഉള്ളില് എപ്പോഴും ഭഗവാൻ രാമനാമമാണ് പറയുന്നത്. രാമ 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 ഇങ്ങനെയാണ് പറയുന്നത്.
ആ ഒരു രാമഭക്തനാണ് കൂടെയാണ് ഭഗവാൻ. അപ്പം എപ്പോഴും കണ്ണടച്ചിട്ട് ആ രാമനാമമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹരിയുടെ ഉള്ളില് ഓം നമ ശിവായ ഭഗവാന്റെ നാമമാണ് പറയുന്നത്. ഹരി വിഷ്ണു ഭഗവാൻ എപ്പോഴും ഹരിയുടെ ശിവഭഗവാന്റെ നാമമാണ് പറയുന്നത്. കൃഷ്ണനും അതെ ശിവഭക്തനാണ്. അപ്പം ഈ കൃഷ്ണനിൽ നിന്ന് തന്നെയാണ് ആ ഒരു ഫോം തന്നെയാണ് ശിവൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശിവന്റെ വേറൊരു ഫോമാണ് ശക്തി. ആ ശക്തിയുടെ വേറൊരു ഫോമാണ് രാധാറാണി. ആ രാധാറാണിയിൽ നിന്നാണ് ശക്തി പാർവതി ദേവി ഉണ്ടായിട്ട്. അപ്പം ഇതെല്ലാം പരസ്പരം ഒന്ന് തന്നെയാണ്. ആ ഒന്ന് തന്നെയാണെന്ന് നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് അവിടെയാണ് ആ എന്താ പറയാ ആ ഭഗവാനെ നമുക്ക് ദർശിക്കാൻ കഴിയുന്ന ആ ഭഗവാന്റെ ആ ഒരു ഇത് നമുക്കുണ്ടാവുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ വേർതിരിച്ച് കാണാൻ കഴിയില്ല. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ ഒരു സ്ഥലത്ത്, അത് ഏതാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവിടെ അവര് പറയുന്നത് വെച്ചാല് കുറച്ച് വേർതിരിച്ചൊക്കെ കാണുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ശിവഭഗവാൻ വേറെയാണ്, കൃഷ്ണൻ വേറെയാണ്, അങ്ങനെയുള്ള ഒരു രീതിയിലൊരു തരംതിരിവ് അവിടെ ഉണ്ടായി. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീകൃഷ്ണനിൽ നിന്ന് തന്നെയാണ് ശിവഭഗവാൻ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ശിവഭഗവാന്റെ പർപ്പസ് എന്ന് പറയുന്നത് മംഗളം അരുളുക, പിന്നീട് പ്രപഞ്ചത്തിനെ നോക്കി ഭൂമിയെ സംരക്ഷിക്കുക, സ്വർഗലോകങ്ങളെ സംരക്ഷിക്കുക, പ്രപഞ്ചത്തെ നോക്കി നടത്തുക, സംഹരിക്കുക എന്നുള്ളതാണ്. അതുപോലെ വിഷ്ണു ഭഗവാന്റെ കൃഷ്ണന്റെ ആ ഒരു പർപ്പസ് എന്ന് പറയുന്നത് സ്ഥിതിയാണ്, നമുക്ക് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം കൃഷ്ണനെയും ശിവനെയും നിങ്ങൾ ദയവ് ചെയ്ത് വേർതിരിച്ച് കാണാതിരിക്കുക. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ ഒന്നിൽ നിന്ന് തന്നെയാണ് വന്നതെങ്കിലും അതിൽ ഭഗവാൻ രണ്ട് പർപ്പസിന് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും വേർതിരിച്ച് കാണാതിരിക്കുക. അപ്പൊ ആ ഒരു ദക്ഷന്റെ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് ആ ഒരു റിക്വസ്റ്റ് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇത് രണ്ട് വേർതിരിച്ച് കാണുമ്പോൾ ഏതോ ഒരു ലോകത്ത് പോയി നമുക്ക് കിടക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പൊ ഒരിക്കലും ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ അത്രയും ക്ഷിപ്രപ്രസാദിയുമാണ്, എന്നാൽ തന്നെ ക്ഷിപ്രകോപിയുമാണ്. അത് മനസ്സിലാക്കാം. അതുപോലെ ശിവഭഗവാൻ സ്വാതന്ത്ര്യമാണ്. നമുക്ക് ശിവഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത്രയും നമുക്ക് ഫ്രീഡമാണ്. ഫ്രീഡം ഞാൻ അത്രയും ഇതാക്കി പറയാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീഡമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്കുള്ളത് കൊണ്ട് തന്നെ, കൂടെ ശക്തമായിട്ടുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ, ശിവഭഗവാന്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള ഒരു നെഗറ്റീവ്സും നമ്മളിൽ അടുക്കുകയില്ല. നമുക്ക് എന്തെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഒരു കാര്യം ഭഗവാനോട് പ്രാർത്ഥിച്ച് പെട്ടെന്ന് തന്നെ മംഗളം പെട്ടെന്ന് തന്നെ അത് കാര്യം സാധിച്ചു തരുന്ന ഒരു ഭഗവാനാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത്. അതിന് തീർച്ചയായിട്ടും നമ്മൾ ഈ യോഗ മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. ഭഗവാന്റെ ഭക്തിയിലോട്ട് വരുമ്പോൾ ആ ഒരു മെഡിറ്റേഷൻ പവർ ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അതിൽ നിന്നാണ്. അപ്പൊ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശിവഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വൈരാഗ്യാണ്. ഭഗവാൻ വൈരാഗ്യാണ്. അതുപോലെ പ്രശംസ ആഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും പ്രശംസിച്ച് അതേപോലെ തന്നെ ആയിരിക്കണം, ഈ ക്വാളിറ്റീസ് തന്നെ ആയിരിക്കണം ആ ശിവഭക്തർക്ക് വരേണ്ടത്. അതുപോലെ ശിവഭക്തർ എന്ന് പറഞ്ഞാൽ പ്യുവർ വെജിറ്റേറിയൻ ആയിരിക്കണം, അത് നിർബന്ധമാണ്. പക്ഷെ ദേവി ഭക്തർക്ക് അവര് അല്ലാതുള്ള മാംസങ്ങൾ കഴിക്കുന്നുണ്ട്, അത് പ്രശ്നമില്ല. ഇപ്പൊ ഭദ്രകാളി ഭക്തരൊക്കെ ആണെങ്കിൽ, ദേവി ഭക്തര് ഒക്കെ ആണെങ്കിൽ അവർക്ക് അങ്ങനെ കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ശിവഭക്തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്യുവർ വെജിറ്റേറിയൻ ആയിരിക്കണം എന്നുള്ളതാണ്. കാരണം നമുക്ക് യോഗ മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു വെജിറ്റേറിയൻ ഫുഡ് തന്നെ നമ്മൾ കഴിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഭഗവാനെ അറിയാനും ആ ബ്രഹ്മത്തെ അറിയാനും നമ്മുടെ ഉള്ളിലുള്ള ആ ഇത് അറിയാനും പ്രപഞ്ചം നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയാണ് ഭഗവാൻ പറയുന്നത്, എനിക്ക് എന്താ പറയാ, എനിക്ക് ശത്രുക്കളില്ല, മിത്രങ്ങളില്ല, എന്താ പറയാ, എനിക്ക് ഒന്നിനോട് ഒരു ഇതില്ല, എല്ലാം ഒരുപോലെയാണ്. അതായത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സ്വീകരിക്കും, എല്ലാവരെയും സ്വീകരിക്കുന്ന ഭഗവാനാണ് ശിവഭഗവാൻ. അപ്പൊ ഒന്നിലും ഒരു വേർതിരിവ് ഭഗവാൻ കാണിക്കത്തില്ല. അതാണ് അതിന്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ പ്രശംസ ആഗ്രഹിക്കുന്നില്ല, അപമാനത്തെ ഭയക്കുന്നുമില്ല. ഇപ്പൊ ഭഗവാനെ എന്തെങ്കിലും ഭഗവാന്റെ ഭക്തർ അപമാനിച്ചു എന്ന് വരട്ടെ, നിങ്ങൾ അങ്ങനെ തെറ്റായി നടക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവരാണ്, ഇങ്ങനെയുള്ളവരാണ്, അങ്ങനെ ഏത് രീതിയിൽ എന്താ പറയാ അങ്ങനെയുള്ള അപമാനങ്ങൾ പറഞ്ഞു എന്ന് വരട്ടെ, ആ അപമാനത്തെ ഭഗവാൻ ഭയക്കുന്നില്ല, അപമാനത്തെ പോലും ഭയക്കുന്നില്ല. അതായത് നമ്മൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ ഒരുപാട് ആക്ട്രസസ്, അതായത് ഒരുപാട് സീരിയൽ നടന്മാര്, സിനിമാ താരങ്ങള്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം ഈ യോഗ മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അവര് ശിവഭക്തരാണ് കൂടുതലും. ദേവീഭക്തരും ഉണ്ട്, എന്നാൽ കൂടുതലും ശിവഭക്തരാണ്. അവർക്ക് ആ ഒരു പവർ, അവരുടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ഇത്, അവരുടെ എന്താ പറയാ ആ ഒരു ഭാവങ്ങള്, ശൃംഗാര ഭാവങ്ങൾ, അല്ലെങ്കിൽ ഓരോരോ ഭാവങ്ങൾ, നൃത്തം, അങ്ങനെ ഇതിനെല്ലാത്തിനും കലകൾക്ക് എല്ലാത്തിനും ഇത് കൊടുക്കുന്നതെന്ന് പറയുന്നത് ആ ശിവശക്തി ഐക്യ ഇതാണ്. അപ്പൊ ശിവന്റെ പവറാണ്. അപ്പൊ അത് മനസ്സിലാക്കാം. അപ്പം ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ശിവനാണ്, ശിവഭഗവാനാണ്. അപ്പം ശിവന്റെ തന്നെ ഇത് തന്നെയാണ് നാരായണനും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. അപ്പൊ ശിവനും കൃഷ്ണനുമാണ്, സർവം ശിവമയം സർവം കൃഷ്ണമയമാണ്. അപ്പൊ ആ ഭഗവാനെ നമ്മൾ മനസ്സിലാക്കുക. കൃഷ്ണന്റെ മനസ്സിൽ എപ്പോഴും ശിവനാമമാണ്, അതുപോലെ ശിവഭഗവാന്റെ മനസ്സിൽ എപ്പോഴും രാമനാമമാണ്. അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആരെയും ഒന്നിനെയും വേർതിരിച്ച് കാണാനോ അല്ലെങ്കിൽ ഡിഫറൻസ് ലെവലിൽ കാണാനോ പാടില്ല. എല്ലാത്തിലും ഇരിക്കുന്നത് ആ ഒരേ തത്വം തന്നെയാണെന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇനി ഒരു കഥയുണ്ട്. ഭഗവാൻ ഒരുപാട് അസുരന്മാരെ വധിച്ചിട്ടുണ്ട് ശിവഭഗവാൻ. അതിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് ഒന്ന് രണ്ട് ഇത് ഞാൻ പറയാം, കാരണം കുറച്ച് ടൈമിൻ്റെ ഇതുള്ളതുകൊണ്ടാണ്. അപ്പോൾ പാർവതി ദേവി ഇതുപോലെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം പാർവതി ദേവി ശിവഭഗവാന്റെ അടുത്ത് വന്നിട്ട് ശിവഭഗവാന്റെ കണ്ണിങ്ങനെ പൊത്തും. കണ്ണ് പൊത്തുമ്പോഴത്തേക്ക്, കണ്ണടയ്ക്കുമ്പോഴത്തേക്ക് ഈ പ്രപഞ്ചം ടോട്ടലി ആ ഇരുട്ടിൽ വരികയാണ്, ടോട്ടലി ആ ഇരുട്ടാവുകയാണ്, അന്ധകാരം കൊണ്ട് നിറയുകയാണ്. അപ്പോൾ ദേവന്മാരും ഋഷിമാരും എല്ലാവരും ഇങ്ങനെ എന്താ പറയാ ഭയപ്പെടുകയാണ്. ഇതെന്താണ് ഇത്ര പെട്ടെന്ന്, എങ്ങനെയാണ് ഇത്രയും ഇരുട്ട് വന്നത്, ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇത്രയും എന്താ പറയാ ഒരു അന്ധകാരം ഉണ്ടായത് എന്ന് അവരെല്ലാം ഇങ്ങനെ പേടിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ദേവേന്ദ്രനും എല്ലാവരും ഇങ്ങനെ ഓടി വരികയാണ്. സ്വർഗലോകങ്ങളിൽ നിന്നും എല്ലാ ലോകങ്ങളിൽ നിന്നും ഋഷിമാരും എല്ലാവരും ഓടി വരികയാണ്. അപ്പൊ കൈലാസത്തിലേക്ക് അവർ വരികയാണ്. കൈലാസത്തിൽ വരുമ്പോഴത്തേക്ക് ഇത് ദേവി ഇങ്ങനെ ശിവഭഗവാന്റെ കണ്ണിങ്ങനെ പൊത്തി വെച്ചേക്കാണ്. അപ്പോൾ കണ്ണിങ്ങനെ പൊത്തി വെച്ചത് കൊണ്ട് തന്നെയാണ് ടോട്ടലി അത് മൊത്തത്തിൽ ആ ഒരു അന്ധകാരമായത്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ ഭഗവാന്റെ കണ്ണുകളുടെ ആ പ്രകാശമാണ് ടോട്ടൽ നമുക്ക് ആ പ്രപഞ്ചം മൊത്തത്തിൽ വരുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പൊ ആ ഭഗവാനിൽ നിന്ന് തന്നെയാണ് ആ സൂര്യനും ഉണ്ടായത്. അതായത് ശ്രീകൃഷ്ണൻ തന്നെ അർജുനൻ ആ വിശ്വരൂപം കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ തന്നെ ശിവഭഗവാനും വരുന്നുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, ശിവഭഗവാൻ, ഗണപതി ഭഗവാൻ, വിഷ്ണു ഭഗവാൻ, നരസിംഹരൂപം, അങ്ങനെ ഭഗവാന്റെ ഏതൊക്കെ ഇതുണ്ടോ എല്ലാ ദേവിമാര്, സരസ്വതി, ലക്ഷ്മി, പാർവതി, ഭദ്ര, ഇതെല്ലാം. അപ്പം എല്ലാം ഒന്നാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ കണ്ണടയ്ക്കുമ്പോൾ ടോട്ടലി അന്ധകാരം ആവുകയാണ്. അന്ധകാരം പരക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു അന്ധകാസുരൻ എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. അപ്പൊ ആ അന്ധകാസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു എന്താ പറയാ ഇരുട്ടിന്റെ ആ ഒരു ഇതാണ്, ശക്തിയാണ്. അങ്ങനെ അവസാനം ഈ അന്ധകാസുരൻ ഈ ശിവഭഗവാന്റെ പോലെ തന്നെയുള്ള പവറുകളൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഈ ലോകം എല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ അവൻ വളർന്നു വരികയാണ്. അപ്പം ശിവഭക്തരായിട്ടുള്ള ഒരു രാജാവും ഒരു രാജ്ഞിയുണ്ട്. അപ്പം അവർ ഇതേപോലെ വന്ന് ശിവനെ കുറെ നാളായിട്ട് മക്കളില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ ഈ അന്ധകനെ അവർക്ക് കൈമാറുകയാണ്. ഭഗവാന്റെ ഇരുട്ടിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് ജനിച്ചതാണ് അന്ധകൻ. അപ്പൊ ആ അന്ധകനെ ഇങ്ങനെ അവർക്ക് കൈമാറുകയാണ്. അങ്ങനെ അവര് വളർത്തി വലുതാക്കുമ്പോൾ ഈ അന്ധകാസുരൻ വളരെ ദുഷ്ടനായിട്ട് ആ ലോകങ്ങളെല്ലാം അടക്കി വാണ് ഭയങ്കര ഒരു ക്രൂര ഇതിലാവും.
ആ ടൈമിൽ ദേവന്മാരും എല്ലാവരും വിഷ്ണു ഭഗവാനും എല്ലാം വന്ന് ശിവഭഗവാനോട് പറയും, ഭഗവാനെ, ഭഗവാന്റെ തന്നെ ശക്തിയിൽ ജനിച്ചതാണ് അന്തകാസുരൻ, അതുകൊണ്ട് തന്നെ അത് ഇല്ലാതാക്കണമെങ്കിലും ദുഷ്ടനായ ആ അന്തകാസുരനെ ഇല്ലാതാക്കണമെങ്കിലും ഭഗവാൻ തന്നെ വിചാരിക്കണം. അതുകൊണ്ട് ഭഗവാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഭഗവാന്റെ പുത്രനാണെങ്കിൽ കൂടിയും അത് ഭഗവാന്റെ നെഗറ്റീവ്സിൽ നിന്ന് ആ ഒരു കണ്ണടച്ചപ്പോ അതിൽ നിന്നുണ്ടായതാണ്. അപ്പൊ അത് ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് ഭഗവാന്റെ അടുത്ത് വരും. അപ്പോ ഭഗവാൻ പറയും, തീർച്ചയായിട്ടും ഞാനത് പരിഹരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പോവുകയാണ്, അന്തകനെ വധിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഭഗവാന്റെ അത്രയും ശക്തികളെല്ലാം എടുത്ത്, എന്നിട്ടും അന്തകന് അത്രയും അതേ സെയിം പവർ തന്നെ ഉള്ളതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഭഗവാൻ ആ അന്തകാസുരനെ വധിക്കാൻ. എങ്കിലും ഭഗവാൻ അത്രയും ഫൈറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഇതാക്കി അന്തകാസുരനെ വധിക്കുകയാണ്. അങ്ങനെ അന്തകാസുര വധം നടക്കുകയാണ്. അതിനുശേഷം പിന്നീട് ഒരു കഥയുണ്ടായി. ഉണ്ടെന്ന് പറഞ്ഞ് ജലന്ധരൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് ശിവഭഗവാന്റെ അതേ രൂപത്തില് ജലന്ധരൻ എന്ന് പറഞ്ഞ് ഒരു ദുഷ്ടനായ അസുരൻ ഉണ്ടാവും. അതൊരു ശിവഭഗവാന്റെ ഇതിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ, ഭഗവാനിൽ നിന്ന് തന്നെ സത്യമാണ്. ശിവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണ്. ആ സത്യത്തിൽ നിന്നൊരു തിന്മ ജനിക്കുന്നതാണ് ഇങ്ങനെയുള്ള അസുരന്മാരെന്ന് പറയുന്നത്. അപ്പൊ ആ അസുരന്മാരെ വധിക്കാനായിട്ട് ഭഗവാൻ തീർച്ചയായിട്ടും അപ്പോൾ തന്നെ വരുന്നതാണ്. അപ്പൊ ആ രക്ഷ, ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ അത്രയും രക്ഷയാണ്. അങ്ങനെ ജലന്ധരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ തന്നെ ഒരു പുത്രനായിട്ടാണ്, അതായത് ഭഗവാനിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു ശക്തിയിൽ നിന്നുണ്ടായതാണ്. ഭഗവാന്റെ ആ ഒരു ഇതിൽ നിന്നുണ്ടായ ഒരു ശക്തിയാണ് ജലന്ധരൻ എന്ന് പറയുന്നത്. അപ്പൊ ജലന്ധരനും ഇതുപോലെ ഭയങ്കര ഒരു എന്താ പറയാ, ക്രൂരനായിട്ടുള്ള ഒരു അസുരനായിരുന്നു ജലന്ധരൻ എന്ന് പറയുന്നത്. ജലന്ധരൻ ഈ ദേവലോകത്തെല്ലാം പോയി ദേവന്മാരെ എല്ലാം ഉപദ്രവിക്കുകയും അതുപോലെ അപ്സരസുകളെല്ലാം പിടിച്ചുകൊണ്ട് പോവുകയും അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അവസാനം കൈലാസത്തിൽ വന്നിട്ട് പാർവതി ദേവിയില് മറ്റേ ശുംഭനിശുംഭന്മാരുടെ കഥ പറഞ്ഞ പോലെ ഈ ജലന്ധരന് സ്വന്തം അമ്മയാണ് പാർവതി ദേവി. ആ പാർവതി ദേവിയിൽ ഒരു അനുരുക്തത തോന്നുകയാണ്. അപ്പോൾ ദേവിക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ദേവി വന്ന ശിവഭഗവാനോട് ഇങ്ങനെ പറയുകയാണ്, നമ്മുടെ പുത്രനാണ് എങ്കിൽ കൂടി ഇങ്ങനെയാണ് എന്നോട് ഇങ്ങനെ പെരുമാറി, അപ്പോൾ ഇതേപോലെ പറഞ്ഞു എന്ന് പറയും. അപ്പം ഈ ദുഷ്ടന്മാർക്ക് അങ്ങനെയാണല്ലോ, അങ്ങനെയുള്ള അസുരന്മാർക്ക് അങ്ങനെയാണല്ലോ, അവർക്ക് മറ്റുള്ള ചിന്തകളില്ലല്ലോ, അവർക്ക് നല്ല ചിന്തകളില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ശിവഭഗവാൻ വരികയാണ്. ശിവഭഗവാൻ വന്നിട്ട് ഈ ജലന്ധരനെ വധിക്കുകയാണ്. ജലന്ധരനെ വധിച്ച് ജലത്തിൽ നിന്ന് ഇങ്ങനെ ജലത്തിലൊക്കെ വന്നു പൊങ്ങി ആ ശക്തിയാണ്, അത്രയ്ക്ക് ഒരു പവർ, ആ ജലത്തിന്റെ ഒരു പവറും ഉണ്ട് ആ ജലന്ധരൻ എന്ന് പറയുന്നത്. അതേപോലെ ശിവഭഗവാന്റെ ആ ഒരു പവറും ഉണ്ട്, പഞ്ചഭൂതങ്ങളുടെ ആ ഒരു പവറുണ്ട്. അപ്പൊ ആ പവറിനെ ഭഗവാന്റെ തന്നെ പവറാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ശിവഭഗവാന്റെ തന്നെ അതേ പവറാണ് ഈ ജലന്ധരനും ഉള്ളത്. അപ്പൊ ആ പവറിനെ ഭഗവാൻ അത് ഇല്ലാതാക്കി. അതിന് വിഷ്ണു ഭഗവാനും കൂടി ഭഗവാനെ സഹായിച്ചു. അപ്പം ആ ഒരു ഇതിൽ ഭഗവാൻ അത്രയും പവർഫുൾ ആയിട്ട് ആ വിഷ്ണുവിന്റെ ആ കൃഷ്ണന്റെയും ആ ശിവഭഗവാന്റെ ആ ഒരു പവർ, 3 പവേഴ്സ്, ഈ 3 പവറും കൂടി ഉപയോഗിച്ചിട്ടാണ് ആ ജലന്ധരനെ വധിക്കുന്നത്. ഭഗവാൻ നിഷ്കരുണമാണ് ആ ജലന്ധരനെ വധിച്ചത്. അപ്പൊ അത്രയും പവർഫുൾ ആണ് ശിവഭഗവാൻ എന്ന് പറയുന്നത്. അത്രയും എന്താ പറയാ, അത്രയും പവർഫുൾ ആണ് ഭഗവാൻ. അത്രയും ആ ഒരു ദേഷ്യഭാവത്തിൽ വരുമ്പോൾ അത്രയും പവർഫുൾ ആണ്. എന്നാൽ ശാന്തഭാവത്തിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത്രയും ശാന്തനുമാണ്. അതാണ് ശിവഭഗവാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ഷിപ്രപ്രസാദിയുമാണ്, എന്നാൽ തന്നെ ക്ഷിപ്രകോപിയുമാണ് ശിവഭഗവാൻ. അതുപോലെ തന്നെ നമ്മൾ ശിവക്ഷേത്രത്തിലൊക്കെ പോകുന്ന ടൈമിൽ നമുക്ക് ആ ശിവക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അറിയാതെ അദൃശ്യമായിട്ട് ശിവഭഗവാന്റെ ഭൂതഗണങ്ങളെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത് ആ ശിവക്ഷേത്ര ദർശനം നടത്തുന്ന ടൈമിൽ. അതുപോലെ ശിവഭഗവാന് ശിവക്ഷേത്രത്തില് നിങ്ങൾ പിൻവിളക്ക്, മുൻവിളക്ക്, ജലധാര ഇതൊക്കെ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. തിങ്കളാഴ്ച ദിവസങ്ങളിൽ സ്ത്രീകള് കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടും ഭർത്താവിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും ആയുസ്സിന് വേണ്ടിയിട്ടും ആരോഗ്യത്തിന് വേണ്ടിയിട്ടും സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയിട്ടും എല്ലാം തിങ്കളാഴ്ച വ്രതം നോക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അങ്ങനെ തിങ്കളാഴ്ച വ്രതം നോക്കുന്നതിലൂടെ നമുക്ക് ഭർത്താവിൽ നിന്നുള്ള ആ സ്നേഹം, പ്രൊട്ടക്ഷൻ ഇതെല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോ ഭർത്താവിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയില്ലെങ്കിൽ ശിവഭഗവാന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഈ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാവുന്നതാണ്.
അതുപോലെ പ്രദോഷ വ്രതമൊക്കെ എടുക്കുന്നത് നല്ല ഉത്തമമായിരിക്കും. നമ്മൾ ഭഗവാന്റെ തന്നെ നാരായണന് തന്നെ നമ്മൾ ഏകാദശി വ്രതമൊക്കെ എടുക്കില്ലേ, അതുപോലെ നമ്മൾ പ്രദോഷ വ്രതവും കൂടി എടുക്കുന്നത് നന്നായിരിക്കും. പ്രദോഷ വ്രതം എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഭർത്താവിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ ശിവപാർവതിമാരെയാണ് പൂജിക്കേണ്ടത് കൂടുതലായിട്ട്. ലക്ഷ്മി നാരായണനെ നമുക്ക് പൂജിക്കാം, രാധാകൃഷ്ണന്മാരെ പ്രാർത്ഥിക്കാം. എന്നാൽ കുറച്ചുകൂടി എഫക്റ്റ് കൂടുതൽ നമുക്ക് ആ ശിവകുടുംബം പൂജിക്കുമ്പോൾ. കാരണം ഭൂമിയുടെ കാരകരെന്ന് ഭൂമിയിൽ ആ ഒരു ഐശ്വര്യങ്ങൾ മംഗളങ്ങൾ കൂടുതലായിട്ട് അരുളുന്നത് ശിവഭഗവാനാണ്. അപ്പൊ ആ ഒരു ഇത് നമ്മൾക്ക് നോക്കേണ്ടതാണ്. നാരായണനും ലക്ഷ്മിയും നാരായണനും നമുക്ക് മംഗളങ്ങൾ അരുളുന്നുണ്ട്. അപ്പൊ എന്നാലും നമ്മളെ കുടുംബം ഈ ഇതിൽ വരുന്നത് രണ്ടിതുണ്ടല്ലോ, ടോട്ടലി വൈഷ്ണവം ഉണ്ട് ശൈവം ഉണ്ട്. പക്ഷെ രണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ശിവഭഗവാൻ എന്ന് പറഞ്ഞാല് നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ഷിപ്രപ്രസാദിയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായോ? അപ്പോ പക്ഷെ ഒരു കാര്യമുണ്ട്, അതിലൊരു ഇപ്പൊ ദേവി ആയാലും ശിവഭഗവാനായാലും അതിലൊരു പ്രശ്നം വരുന്നുണ്ട്. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപി എന്ന് പറഞ്ഞില്ല. അപ്പൊ ക്ഷിപ്രപ്രസാദം നമ്മൾ പെട്ടെന്ന് തന്നെ ഒരാൾക്ക് പ്രസാദം കൊടുക്കുമ്പോൾ, ഒരാൾക്ക് നമ്മൾ അനുഗ്രഹം കൊടുക്കുമ്പോൾ അത് അയാളെ ദുരുപയോഗം ചെയ്യാനുള്ള ഒരു പ്രശ്നം, അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. കാരണം ഭഗവാന്റെ ഭഗവാനില് ഭക്തി ചെയ്യുമ്പോൾ ഭഗവാൻ പെട്ടെന്ന് വരങ്ങളൊക്കെ വാരിക്കോരി കൊടുക്കും. ദേവിയോ അങ്ങനെയാണ് ചെയ്യുന്നത്. അവിടെ മുഖം നോക്കാതെ അല്ലെങ്കിൽ അയാളുടെ നെഗറ്റീവ്സ് മനസ്സിലാക്കാതെ കൊടുക്കുന്ന ഒരു ഇതുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഞാൻ നോക്കിയെടുത്തോളം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ ഒരു വിഷമം എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാൻ കഴിയും നമ്മുടെ സമൂഹത്തിൽ തന്നെ പല തെറ്റുകൾ ചെയ്യുന്നവരുണ്ടായിരിക്കും. പക്ഷെ അവര് പോയി ഇതേപോലെ കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറെ നാൾ അതിനു വേണ്ടിയിട്ട് ഇതാക്കി അവര് ഈ ദുഷ്ടരായിട്ടുള്ളവര് ഈ അസുരന്മാരെ പോലെ തന്നെയാണ് അവര്. അപ്പൊ അങ്ങനെ പാവങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് അവർ ചെന്നിട്ട് ചിലപ്പോ ഇങ്ങനെ ചിരിക്കുമ്പോ പെട്ടെന്ന് ഭഗവാൻ ആ ഒരു ഒന്നും നോക്കാതെ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളൊരു പാവമാണ്, അയാളെക്കാട്ടിലും എന്താ പറയാ അയാളിൽ നിന്ന് ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഉയർന്നു വരാനായിട്ടാണെന്ന് വിചാരിച്ചിട്ട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ക്ഷിപ്രപ്രസാദം ആ ഒരു എന്താ പറയാ ആ ഒരു ഐ തിങ്ക് ഒരു വരം കൊടുക്കും, ആ കാര്യം നടത്തി കൊടുക്കും. ഇപ്പൊ ഒരാളെ തകർത്തിട്ട് ഒരു വീട് വെക്കാനാണ്, അല്ലെങ്കിൽ അയാളിൽ നിന്ന് എന്തെങ്കിലും ഇതായിട്ട് അയാളെ താഴ്ത്തി കെട്ടിയിട്ട് അതാക്കാൻ അയാളുടെ ഉള്ളിൽ സ്വാർത്ഥത കൊണ്ട്, അങ്ങനെ ഒരു സ്വാർത്ഥ താല്പര്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ പോയി ഒരു വരം ചോദിക്കുന്നത്. പക്ഷെ അത് ചിലപ്പോൾ ദേവി പെട്ടെന്ന് തന്നെ കൊടുക്കും, അതുപോലെ ശിവഭഗവാന് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കൊടുക്കും. അങ്ങനെ പെട്ടെന്ന് തന്നെ കൊടുക്കുന്നത് അത് ഒരു ഇതാണെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ലക്ഷ്മി നാരായണൻ അങ്ങനെയല്ല, എല്ലാം നോക്കി കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി പരീക്ഷിച്ച് അങ്ങനെ പരീക്ഷണങ്ങൾക്കൊക്കെ ഒടുവില് അങ്ങനെയൊക്കെ കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അത് മാത്രമേ ഉള്ളൂ. കാരണം അസുരന്മാർക്ക് നമുക്ക് പുരാണങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ്, ഒരുപാട് അസുരന്മാര് ഇതേപോലെ ശിവഭഗവാനെയാണ് തപസ് ചെയ്യുന്നത്. അവര് നാരായണനെ അങ്ങനെ തപസ് ചെയ്യാറില്ല. ഒന്നെങ്കിൽ ബ്രഹ്മദേവനെ ആയിരിക്കും തപസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദേവീനെ ആയിരിക്കും, അല്ലെങ്കിൽ ശിവഭഗവാനെ ആയിരിക്കും തപസ് ചെയ്യുന്നത്. കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഭഗവാൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് വരം നൽകുന്നതാണ്. അപ്പൊ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ളത് കുറച്ചുകൂടി ഒന്ന് ആലോചിച്ചിട്ട് അവർക്ക് ആ വരം നൽകുക എന്നുള്ളതാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് നടക്കില്ലായിരിക്കാം, അത് അറിയില്ല. കാരണം അങ്ങനെ ദുഷ്ടന്മാർക്ക് ഇങ്ങനെ വരങ്ങൾ കൊടുക്കുമ്പോൾ അവര് കൂടുതൽ ഈ ഭൂമിയെ നശിപ്പിക്കാനേ അത് വിനിയോഗിക്കുകയുള്ളൂ. അവര് കൂടുതൽ പാവങ്ങളെ ദ്രോഹിക്കാനും മറ്റുള്ള പാവങ്ങളെ അടിച്ചു താഴ്ത്താനും മാത്രമേ അവരത് വിനിയോഗിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഭഗവാൻ പല സമയങ്ങളിലും അങ്ങനെ വരുന്ന ടൈമിലും ഈ വരം കൊടുത്തിട്ട് അതിനെ നശിപ്പിക്കുക. ഇപ്പൊ ഭസ്മാസുരൻ എന്ന് പറഞ്ഞിട്ട് ഒരു അസുരനുണ്ട്, ആ കഥ നിങ്ങൾക്ക് അറിയാമോ? അതെന്ന് പറഞ്ഞാൽ ഈ ഭസ്മാസുരൻ ഭഗവാനോട് ശിവനെ പ്രാർത്ഥിച്ചിട്ട് ഒരു വരം വാങ്ങും. വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഭസ്മാസുരൻ ഇങ്ങനെ തൊടുന്ന ആള് അപ്പൊ തന്നെ ഭസ്മമായി പോകണമെന്നുള്ളൊരു വരമാണ് വാങ്ങുന്നത്. അപ്പോൾ ശിവഭഗവാൻ ഈ ഭസ്മാസുരൻ ആ ഒരു വരം കൊടുക്കും. അപ്പൊ ശിവപാർവതിമാർ ഒരുമിച്ചായിരുന്നു ഈ ഭസ്മാസുരന്റെ അടുത്ത് വരുന്നത്. അപ്പൊ ഈ ഭസ്മാസുരന് പാർവതി ദേവിയെ കാണുമ്പോൾ പാർവതി ദേവിയിൽ മറ്റുള്ള അസുരന്മാരെ പോലെ ആ ഒരു ഇത് തോന്നും. അപ്പം ഈ ഭസ്മാസുരൻ എന്ത് ചെയ്യും, ഭസ്മാസുരൻ മനസ്സിൽ അപ്പോൾ ആ ക്രൂര മനസ്സാണ്, തനിക്ക് വരം തന്ന ആളാണ് ശിവഭഗവാൻ എന്നുള്ള കാര്യം പോലും ഓർക്കാതെ ഈ ഭസ്മാസുരൻ വിചാരിക്കും ഈ ശിവഭഗവാനെ തന്നെ നമുക്ക് ഇത് പരീക്ഷിച്ചു നോക്കാം, എന്നിട്ട് ശിവഭഗവാൻ തന്നെ ഇങ്ങനെ ഭസ്മമായി മാറുമ്പോൾ ആ ടൈമിൽ നമുക്ക് ഈ പാർവതി ദേവിനെയും കൊണ്ട് കടന്നു കളയാം എന്നുള്ള
അയാൾക്ക് കടന്നു കളയാന്നുള്ള രീതിയിൽ ആ ഭസ്മാസുരൻ ചിന്തിക്കും. അങ്ങനെ ഈ ഭസ്മാസുരൻ എന്ത് ചെയ്യും, ശിവഭഗവാനെ തന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറകെ ഓടും. അപ്പം ശിവഭഗവാൻ ഓടുകയാണ്. ഓടി ശിവഭഗവാൻ വൈകുണ്ഠത്തിലെത്തും. വൈകുണ്ഠത്തിലെത്തിയിട്ട് വിഷ്ണുദേവനോട് പരാതി പറയും, വിഷ്ണു ഭഗവാനെ എന്നെ ഇതേപോലെ ആ ജലന്ധരൻ എന്ന് ജലന്ധരല്ല, ആ ഭസ്മാസുരന് ഞാൻ ഇങ്ങനെ ഒരു വരം കൊടുത്തുപോയി, ആ ദുഷ്ടനായ അസുരൻ ഇങ്ങനെ എന്റെ പുറകെ ഓടി വരികയാണ് എന്നെ വധിക്കാൻ വേണ്ടിയിട്ടെന്ന് ഇങ്ങനെ പറയും. എന്നെ ഭസ്മമാക്കാനുള്ള ഇതിലാണ് ഓടി വരുന്നതെന്ന് പറയും. അപ്പോ വിഷ്ണു ഭഗവാൻ പറയാം, സമാധാനപ്പെടൂ ശിവഭഗവാൻ, വിഷമിക്കേണ്ട മഹാദേവ, ഞാൻ എന്തായാലും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതാണെന്ന് പറയും. അങ്ങനെ ശിവഭഗവാൻ അവിടെ അഭയം കൊടുക്കുകയാണ്. പത്മനാഭൻ അവിടെ വിഷ്ണു ഭഗവാൻ അവിടെ അഭയം കൊടുക്കുകയാണ്. എന്നിട്ട് വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്യണം, വീണ്ടും ആ മോഹിനി വേഷം, ആ മോഹിനി ദേവിയുടെ രൂപം ധരിക്കുകയാണ്. മോഹിനി വേഷം ധരിച്ചിട്ട് ഈ ഭസ്മാസുരന്റെ അടുത്ത് വരികയാണ്. അപ്പൊ ഈ ഭസ്മാസുരന് സ്ത്രീകളിൽ ആ ഒരു ഇതുള്ളതാണല്ലോ, അതാണ് അയാളുടെ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ അസുരന്മാർക്കെല്ലാം സ്ത്രീകളിലാണല്ലോ ആ ഒരു ആകർഷണത്തെ അങ്ങനെയുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ പിന്നെ വിഷ്ണു ഭഗവാൻ ഇങ്ങനെ മോഹിനി രൂപത്തിലൊക്കെ ചെന്നിട്ട് ഈ ഭസ്മാസുരനോട് പറയുകയാണ്, ഭസ്മാസുരനെ പിന്നെ അങ്ങ് എവിടുന്നാണ് വരുന്നത്, അങ്ങ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ശൃംഗാര ഭാവത്തിലൊക്കെ ഭഗവാൻ ഇങ്ങനെ സംസാരിക്കും. അപ്പോ ഭസ്മാസുരൻ അതിലങ്ങ് മയങ്ങിപ്പോയിട്ട് ഭസ്മാസുരനോട് പറയും, നമുക്കൊരു നൃത്തം ചെയ്യാന്ന് പറയും. അങ്ങനെ ഭസ്മാസുരൻ പറയാം, ശരി നമുക്ക് നൃത്തം ചെയ്യാം. അങ്ങനെ ദേവി ഇതേപോലെ വിഷ്ണുമായ പിന്നെ മോഹിനി ദേവി ഇതുപോലെ നൃത്തം ചെയ്യുകയാണ്. അങ്ങനെ ഇങ്ങനെ പല നൃത്തങ്ങൾ ചെയ്ത് ഈ എന്താ പറയാ, ഈ ഭസ്മാസുരന്റെ അടുത്ത് ഇങ്ങനെ നൃത്തങ്ങൾ ചെയ്ത് ഈ ഭസ്മാസുരനെ ഇങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ആറാടിച്ച് അവസാനം ദേവി ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഒന്ന് കൈവയ്ക്കും. ഇങ്ങനെ കൈവയ്ക്കുമ്പോഴത്തേക്ക് ഈ ഭസ്മാസുരൻ അതുപോലെ കൈവയ്ക്കുകയും തലയിൽ, അങ്ങനെ ഉടനെ തന്നെ ഈ ഭസ്മാസുരൻ ഭസ്മമായങ്ങ് മാറുകയും ചെയ്യും. അവിടെ ഭസ്മാസുര വധം നടക്കും. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ അതാണ് പറയുന്നത്, ഈ ദുഷ്ടര് വരെയും, അതായത് വിഷ്ണു ഭഗവാനും കൃഷ്ണനും പെട്ടെന്ന് പ്രസാദിക്കില്ല എന്നറിയാം. അതുകൊണ്ട് ഇതേപോലെ ശിവഭഗവാനെയും ബ്രഹ്മാവിനെയും ഒക്കെ പ്രാർത്ഥിച്ചിട്ട് ഈ ദുഷ്ടന്മാര് ഓരോരോ കാര്യങ്ങൾ നേടിയെടുക്കും. അതുപോലെ തന്നെ ഓരോരുത്തർക്ക് പറ്റുന്ന വേറെ മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലര് വലിയ വീട് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാർ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുക്കും. ലോണൊക്കെ എടുത്തിട്ട് അവരെന്ത് ചെയ്യാണ്, ഈ ഇതേപോലെ വലിയ മാളികകൾ കെട്ടിപ്പണിയും, വലിയ കാറൊക്കെ, എന്നിട്ട് ജീവിതകാലം മുഴുവൻ അവർക്ക് ടെൻഷനും ദുഃഖവും ഈ കടം തീർക്കുന്ന ഈ വെപ്രാളവും മാത്രമായിരിക്കും. അവർ ജീവിതകാലം മുഴുവൻ ഈ ബാങ്ക് ലോൺ തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ ലൈഫ് അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അവർക്ക് ഒന്ന് സമാധാനമായിട്ട് ആഹാരം ഒന്ന് കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഈ കടമുള്ളവർക്ക് ഈ വീട്ടിലൊന്ന് ഇത്രയും വലിയ വീട് അവർ വെച്ചിട്ടു, ഈ വീട്ടിലൊന്ന് അവർക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. ഇവർക്ക് ഒരു വലിയ കാർ വാങ്ങി ആ കാറ് അവസാനം കടം കയറിയിട്ട് കടം കൊടുക്കുന്ന അവർക്ക് ആ കാറ് തന്നെ വിൽക്കേണ്ടി വരും. അപ്പൊ എന്താ പറയാ, അവരുടെ മനുഷ്യരുടെ ആ ഒരു ആർത്തിയാണ്. മറ്റുള്ളവരെ കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കണോ എന്നുള്ള രീതിയിൽ, മറ്റുള്ളവരെ കാട്ടിലും നമുക്ക് ഉയർന്നു കാണിക്കണം എന്നുള്ള രീതിയിൽ സ്വന്തം ഭൂസ്വത്തുക്കളോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള അധ്വാനത്തിലുള്ള പണമൊന്നും ഇല്ലാത്ത കടങ്ങളൊക്കെ മറിച്ച് ലോണുകളൊക്കെ എടുത്ത് അവര് എന്താ പറയാ, ഇങ്ങനെയുള്ള മണിമാളികളൊക്കെ കെട്ടിയിട്ട് ഒന്ന് എന്താ പറയാ, ഒരു സമാധാനം ഇല്ലാതെ ഈ ഭൂമിയിൽ അത്രയും നരകിച്ച് അവർക്ക് ആ ഒരു ഇതിൽ തന്നെ ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള, ദയവ് ചെയ്ത് നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരൊരു വലിയ വീട് വെച്ചു എന്ന് കണ്ടിട്ട് അതിൽ ആർത്തി പൂണ്ടിട്ട് സ്വന്തമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മാളിക പണിയണമെന്ന് വിചാരിച്ചിട്ട് ബാങ്കുകളിൽ പോയി ലോൺ എടുത്ത് ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യാതിരിക്കുക. നമുക്ക് ഉള്ളത് എന്താണ് അതിൽ നമ്മൾ സന്തോഷപ്പെടുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് തരുന്നത് ഭഗവാൻ തരട്ടെ. നമ്മുടെ ജോലി ചെയ്ത് നമ്മുടെ അധ്വാനം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാവട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. കാരണം ഈ ഭൂമിയിലുള്ളതെന്ന് പറയുന്നത് അതൊന്നും ശാശ്വതമല്ല. നമുക്ക് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ഈ ഭൂമിയിലുള്ളവരല്ല, ഭൂമിയിൽ ജീവിക്കേണ്ടവരും അല്ല. ഭൂമി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശിക്ഷകൾ, നമ്മുടെ എന്താ പറയുക, നമുക്ക് കുറച്ച് സന്തോഷങ്ങൾ അനുഭവിക്കുക അല്ലെങ്കിൽ നമ്മുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഉണ്ടായതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. നമ്മുടെ യഥാർത്ഥ സോളിന്റെ, യഥാർത്ഥ ആത്മാവിന്റെ യഥാർത്ഥ സ്ഥലം എന്ന് പറയുന്നത് വേറെ എവിടെയോ ആണ്.
ഒന്നെങ്കിൽ പലരും പല ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലരും പല സ്ഥലങ്ങളിൽ നിന്നാണ്. ഒന്നെങ്കിൽ കൈലാസത്തിൽ നിന്നായിരിക്കും, ആ കൈലാസത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. എവിടെ നിന്നാണ് നമ്മൾ വന്ന് അവിടേക്ക് തിരിച്ചു പോകുക. അതിനാണ് നമ്മൾ പറയുന്നത് ഈ ഹരേ കൃഷ്ണ നാമം പറയണം, ഈ കലികാലത്തിൽ ഹരേ കൃഷ്ണ നാമം പറയണം എന്ന് പറയുന്നത്. ഈ ഭഗവാന്റെ ഈ ഒരു നാമം പറയുന്നതിലൂടെ മാത്രമേ നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ വന്നത് അവിടേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയുള്ളൂ ഉള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കണം എല്ലാവരും പ്രയത്നിക്കേണ്ടത്. അല്ലാതെ വെറുതെ ഇങ്ങനെ എന്താ പറയാ, അവരങ്ങനെ ചെയ്തൂലോ അതിൽ ഇങ്ങനെ സന്തോഷിച്ചിട്ട്, ഇല്ലെങ്കിൽ ഇവരിങ്ങനെ ചെയ്തൂലോ അതിലിങ്ങനെ കണ്ടിട്ട് നമുക്കും അങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഈ ബാങ്ക് ലോണുകൾ ഇപ്പൊ ചില ഭാര്യമാര് തന്നെയാണ് ഭർത്താക്കന്മാരെ കൊണ്ട് ഈ ഇത് ഫോഴ്സ് ചെയ്യിപ്പിക്കും. ചേട്ടാ എനിക്ക് വീട് വെക്കണം, എനിക്ക് ഇത്രയും വലിയ വീട്. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് പോലും കടം എടുത്താണ് വീട് വെച്ചേക്കുന്നത്. അപ്പൊ അതിൽ കടം തീർക്കാൻ വേണ്ടി അവര് രാപകലില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് രാത്രി ഉറക്കമില്ല, ഭക്ഷണം നേരെ കഴിക്കാൻ കഴിയില്ല, കാരണം കടക്കാർ വന്ന് ബഹളമാണ്. അപ്പം അങ്ങനെ ഒരു ഇതാണ്. ഇതിപ്പം വിവാഹത്തിന് മുമ്പേ വെച്ച വീടാണ്. അപ്പൊ ഇത് എത്രയോ വർഷം എന്നിട്ട് കൂടി കടം തീർന്നില്ല. അപ്പം ഒന്ന് ചിന്തിക്കൂ നിങ്ങൾ. ഇത് എന്റെ തന്നെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എനിക്ക് ഇത് വേണമെങ്കിൽ പബ്ലിക്കായിട്ട് വന്ന് പറയാതിരിക്കുക, എനിക്ക് മറച്ചു വെക്കാം. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് നമ്മളെപ്പോലെ മറ്റൊരാൾ ആവരുത്. എൻ്റെ ഹസ്ബൻഡ് ആ ഒരു സ്ഥിതി മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ കടങ്ങൾ വാങ്ങിച്ചു കൂട്ടാതിരിക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ ഇതേപോലെയുള്ള ബാങ്ക് ലോൺസ് എടുക്കാതിരിക്കുക. നിങ്ങളുടെ സ്വന്തം അധ്വാനത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട, വിട്ടേക്കുക. അങ്ങനെ കരുതുക. നമ്മുടെ അതിൽ ജീവിക്കുക. നമുക്ക് ഒരു ചെറ്റ കുടിലിൽ കടന്നിട്ട് ഒരു കഞ്ഞി കുടിച്ചിട്ട്, കുമ്പിളിൽ ഒരു കഞ്ഞി കുടിച്ചിട്ടാണെങ്കിൽ കൂടി നമുക്ക് അവിടെ ഒരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്, ഒരു സ്നേഹമുണ്ട്. അവിടെ നമുക്കൊരു എന്താ പറയാ, ഒരു സമാധാനമുണ്ട്. ഇപ്പൊ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആകാശത്തിലെ പറവകള് എന്താ ചെയ്യുന്ന, ആകാശത്തിലെ പറവകൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് എന്തിനാണ് നമുക്ക് ജോലി ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ, ചെലവിനുള്ള കാര്യങ്ങൾ നടന്നു പോകണം. അത്രയും മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ അതിൽ കൂടുതൽ ആർത്തിയായിട്ട് ഈ നമ്മുടെ മനസ്സിൽ ഈ മോഹങ്ങൾ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് മോഹമായ. അപ്പൊ ഇങ്ങനെ ഈ മോഹങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നത്, നമുക്ക് മനസ്സിൽ ആ ഒരു സമാധാനം ഇല്ലാതാവുന്നത്. അതാണ് പറയുന്നത്, സന്മനസ്സുള്ളവർക്ക് സമാധാനം. എപ്പോഴും നമ്മൾ നല്ല മനസ്സ് ചിന്തിക്കുന്നവർക്ക് സമാധാനമായിരിക്കും. അത് തന്നെയാണ് ശിവഭഗവാനും പറയുന്നത്. നിങ്ങൾ നല്ലതായിട്ട് ചിന്തിക്കും, അപ്പൊ നിങ്ങൾക്ക് നല്ലത് നടക്കും. പിന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുക, നമ്മുടെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മുടെ കർമ്മങ്ങൾ ചെയ്തു പോവുക. നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ സ്വന്തം അധ്വാനത്തിൽ കുറച്ച് പൈസ ഉണ്ടാക്കി വീട് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ഉള്ള വീട് തന്നെ നമ്മൾ പുതുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ കാറ് വേണോ, ഇപ്പൊ കാറ് വേണമെന്ന് തന്നെ നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ബസ്സുണ്ട്, ബസ്സിൽ നമുക്ക് പോയി വരാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഓട്ടോ ഉണ്ട്, അവരും ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ, അവരുടെയും തൊഴിലതല്ലേ. അപ്പൊ അവർക്കും ഒരു സഹായമാവും. എന്തിനാണ് നമ്മൾ അപ്പുറത്തെ വീട്ടിലെ ഒരു പണക്കാരൻ കാറ് വാങ്ങിയെന്ന് കണ്ടിട്ട് നമ്മൾ അതില് ഭയങ്കര ഇതായിട്ട് വീട്ടിൽ പോയി കാറ് വാങ്ങാൻ നിൽക്കുന്നത്? അപ്പൊ ഈ മായേനെ തന്നെ, ആ ഒരു നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മോഹമായേനെ, മഹാമായേനെയൊക്കെ തന്നെ ഇല്ലാതെ നമ്മുടെ നിന്ന് മാറ്റണമെങ്കിൽ തന്നെ നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? ശിവഭഗവാനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ മായയെ നീക്കാൻ, ആ മായയിലേക്ക് സായുജ്യം നൽകാനും ശിവഭഗവാന് മാത്രമാണ് കഴിയുന്നത്. ശിവഭഗവാനും കൃഷ്ണനും ഒക്കെയാണ് കഴിയുന്നത്. അപ്പൊ അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, മനസ്സിലായോ? അല്ലാതെ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുകയാണ്. ഇങ്ങനെ ടെൻഷൻ അടിച്ച് നമ്മുടെ ഉള്ള നല്ല ജീവിതം, ഉള്ള നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, നമ്മുടെ കുടുംബത്തിലുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ, ഇതൊക്കെ എന്തിനാണ് ഉള്ള സന്തോഷങ്ങൾ നിങ്ങൾ ഇല്ലാതാക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചില വീടുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കാരണം ഈ ഭർത്താക്കന്മാര് പാവങ്ങൾ, അവരെ കൊണ്ട് ഇങ്ങനെ ഓരോ കുടുക്കില് കൊണ്ടിടുന്ന ചില ഭാര്യമാരാണ് കേട്ടോ. ഈ ഭാര്യമാര് ഉടനെ തന്നെ പറയും, ചേട്ടാ നമുക്ക് ഇതോ അവര് കണ്ട, അവര് ഇതാ വലിയ വീട് വെച്ചൊക്കെയാണ്, നമുക്ക് അതുപോലത്തെ വീട് വെക്കണം. എനിക്ക് എന്തായാലും ഈ വീട് കൊള്ളൂല, ഇതൊരു ഓടിട്ട വീടല്ലേ, നാണക്കേടല്ലേ, നമുക്ക് ഇവിടെ പിന്നെ വലിയ വീട് വെക്കണം, വാർത്ത വീട് വെക്കണം, നമുക്ക് ലോൺ എടുക്കാം. ഞാനൊരു ലോൺ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥലത്തുനിന്ന് ഞാനൊരു ലോൺ അറിഞ്ഞിട്ടുണ്ട്, നമുക്ക് പോയി അവിടെ പോയി ലോൺ എടുക്കാം, ലോൺ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് വീട് വെക്കാം, പ്ലീസ് ചേട്ടാ. അങ്ങനെയൊക്കെ പറഞ്ഞ് ചേട്ടനെ ഇങ്ങനെ പറഞ്ഞ് ഭർത്താവിനെ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കി പാവം മനുഷ്യൻ പോയി ലോൺ എടുക്കും. ലോൺ എടുത്തിട്ട് എന്ത് ചെയ്യും? വീട് വെക്കും. വീട് വെച്ചിട്ട് എന്താ അവസ്ഥ? ഈ ജീവിതകാലം മുഴുവൻ പിന്നീട് ഈ ഭാര്യയോട് സ്നേഹമൊന്നും കാണില്ല. ഈ ഭാര്യ പിന്നെ ഈ എന്താ പറയാ, ഈ ഭാര്യനെ തന്നെ ആ ഫ്രസ്ട്രേഷനും ടെൻഷനും വരുമ്പോൾ ഈ ഭാര്യനെ തന്നെ ഉപദ്രവിക്കും.
കാരണം അങ്ങനെയാണ് കാരണം ഇപ്പൊ നമുക്കൊരു ഒരാൾക്കൊരു 1000 രൂപ നമുക്ക് കടമായിട്ട് വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ തന്നെ നമുക്ക് ടെൻഷൻ ആയിരിക്കും. ഒരു 10,000 രൂപ വാങ്ങിയാൽ തന്നെ നമുക്ക് ടെൻഷൻ ആയിരിക്കും അല്ലേ? അപ്പൊ ഈ ബാങ്കിൽ നിന്നൊക്കെ 30-35 ലക്ഷം രൂപയുടെ ലോണൊക്കെ എടുത്ത് ഈ വലിയ വീടൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് എന്ത് ടെൻഷൻ ആയിരിക്കും, അവർക്ക് എന്ത് അവർക്ക് ഭ്രാന്ത് പിടിക്കും. മനസ്സിലായോ? അവര് ഒരു ഭ്രാന്തമായ അവസ്ഥയിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇനി ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ലോൺ എടുത്ത് ഇങ്ങനെയൊക്കെ വീട് വെക്കണം, അല്ലെങ്കിൽ കാറ് വാങ്ങണം, അത് വാങ്ങണം, ഇത് വാങ്ങണം ചിന്തിക്കുന്നവരോടാണ് എനിക്ക് പറഞ്ഞത്, നിങ്ങളുടെ ഉള്ള സമാധാനവും കൂടെയാണ് നിങ്ങൾ കളയുന്നത്, നിങ്ങളുടെ ഉള്ള ജീവിതമാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. ദയവ് ചെയ്തിട്ട് അത് എടുക്കാതിരിക്കാം. കാരണം ഇപ്പോൾ ഒരുപാട് എനിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, ഒരുപാട് ബാങ്കുകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനത്തെ ലോണ് തരാം, ഇത്ര പലിശ കുറവാണ്, ഇങ്ങനത്തെ ലോണ് തരാം, അവിടെ ഇവിടെ അങ്ങനെ കുറെ ലോണ്, ഗവൺമെന്റ് വരെ ലോൺ ഇപ്പൊ നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ലോണുകൾ വരുന്നുണ്ട്. ഈ ലോണുകളിൽ ഒന്ന് ചെന്ന് നിങ്ങൾ വീഴാതിരിക്കുക എന്നുള്ളതാണ്. വീണ് കഴിഞ്ഞാൽ നിങ്ങളത് അവരെ ലോണ് വാങ്ങി നിങ്ങൾ പൈസ എടുത്ത് നിങ്ങൾ ആഗ്രഹ പൂർത്തീകരണത്തിന് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സമാധാനവും പിന്നെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾ കഴിയുക, അതാണ് ഏറ്റവും നല്ലത്. ഇനിയും ഭക്തിയിലോട്ട് വരാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഭക്തിയിലോട്ട് വരിക. കാരണം ഈ പ്രപഞ്ചം എന്ന് പറയുന്നതൊന്നും ശാശ്വതമല്ല. ഒരു നാളെ ഇതെല്ലാം ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇപ്പൊ തന്നെ പലതരത്തിലുള്ള, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, മുമ്പ് തന്നെ കൊറോണ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എത്ര പേരാണ് മരിച്ചത്? അതുപോലെ പലതരത്തിലുള്ള അസുഖങ്ങളാണ്, പലതരത്തിലുള്ള ഇതൊക്കെയാണ്, പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ അങ്ങനെയുള്ള മോഹങ്ങൾ, ആഗ്രഹങ്ങൾ ആരും മനസ്സിൽ വെക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്കൊരു കൺട്രോളിങ് പവർ വരണമെന്ന് നിങ്ങൾ യോഗ, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാന്നുള്ളതാണ്. ആ യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ തിരിച്ചറിഞ്ഞ്, നമ്മുടെ ഉള്ളിലുള്ള ആ ബ്രഹ്മത്തെ തിരിച്ചറിഞ്ഞ് നമ്മളെ ഭഗവാനിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കാം. ഭഗവാനൊരു അഭയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാമജപമാണ്. നമ്മൾ ഓം നമ ശിവായ, ഓം നമോ നാരായണായ, അതുപോലെ ഹരേ കൃഷ്ണ നാമം നമ്മൾ പറയാന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. പിന്നെ നമുക്ക് കഴിവതും ശിവഭക്തരാണെന്ന് നിങ്ങൾ എല്ലാവരെയും നിങ്ങൾ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ പാവങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. ഒരു വിശന്നിരിക്കുന്ന ഒരാൾക്കെങ്കിലും അന്നം കൊടുക്കാൻ പറ്റുന്നുള്ളെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. അതുപോലെ നമ്മളെ കർമ്മ ഫലങ്ങളൊക്കെ കുറയാൻ വേണ്ടി നമ്മൾ കാക്കയ്ക്കൊക്കെ ആ ചോറ് കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ഇപ്പൊ ഇടയ്ക്ക് തന്നെ പൗർണമിക്കാവ് എന്ന് പറയുന്നൊരു ദേവീ ക്ഷേത്രമുണ്ട്. അവിടെ ശിവഭഗവാനും ഉണ്ട്. അപ്പൊ അവിടെ ഇതേപോലെ ഒരു കാക്കയുടെ വലിയ രൂപം കൊണ്ട്, എന്താ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് നമ്മളെ കർമ്മഫലങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ കർമ്മഫലങ്ങൾ കുറയ്ക്കാൻ നമ്മൾ ഇതുപോലെ കാക്കയ്ക്കൊക്കെ ആഹാരം കൊടുക്കുക, ആഹാരമൊക്കെ കൊടുത്തിട്ട് നമ്മൾ കഴിക്കുക. അപ്പൊ നമ്മൾ പിതൃക്കൾ, അങ്ങനെ പിതൃദോഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ്. അപ്പൊ ആ പിതൃക്കളെ നമ്മൾ സന്തോഷിപ്പിക്കുന്നതാണ്. പിന്നെ ചില കുടുംബങ്ങളിൽ ഇതുപോലെ ഒരു കുട്ടിയെ കാണത്തുള്ളൂ, 2 കുട്ടിയില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു കുട്ടിയെ പറ്റുള്ളായിരിക്കും, അത് സാരമില്ല, പറ്റുമെങ്കിൽ 2 കുട്ടിയൊക്കെ ആയാൽ നല്ലതായി. കാരണം നമ്മുടെ പിതൃക്കളൊക്കെ ഇപ്പം പിതൃക്കളെ അങ്ങനെയുള്ള, ഞാൻ അതാണ് പറഞ്ഞു വന്നത്, ഈ പിതൃക്കളെ അങ്ങനെയുള്ള ആത്മാക്കളെയൊക്കെ സംരക്ഷിക്കുന്നത് ശിവഭഗവാനാണ്. മറ്റാരും അത് സ്വീകരിക്കാതിരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഈ വക കാര്യങ്ങളെല്ലാം സംരക്ഷിക്കാനുള്ള ചുമതല ഏറ്റെടുത്തത് ശിവഭഗവാനാണ്. അങ്ങനെ ദുഷ്ടാത്മാക്കളെ അടക്കി നിർത്താനുള്ള ചുമതല ഏറ്റെടുത്തത് ശിവഭഗവാനും ഭദ്രദേവിയും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ആത്മാക്കൾ ഇങ്ങനെ അവർക്ക് ഒരു ജനനം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഈ പിൻതലമുറയിലുള്ളവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ടൈമിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞും കൂടെ ആയിക്കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഭഗവാൻ തന്നെ സംരക്ഷിച്ച് നിർത്തിക്കൊള്ളും, അതിൽ കുഴപ്പമില്ല. അവർക്ക് വേറെ എന്തെങ്കിലും ഒരു ജന്മം കൊടുക്കുന്നതായിരിക്കും. ഇപ്പൊ എല്ലാവർക്കും ഒരു മോക്ഷ ഇത് കൊടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ലായിരിക്കുമല്ലോ. അവരുടെ ചിലപ്പോൾ കർമ്മങ്ങൾ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അവർക്ക് വീണ്ടും ജനിക്കേണ്ടി വരും. അപ്പൊ ഇത് ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഹരേ കൃഷ്ണ നാമം, അതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്, ഈ ഹരേ കൃഷ്ണ നാമം പറയണമെന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്.
അപ്പോൾ അതായത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ അത്രയും. അപ്പോൾ അതുകൊണ്ടാണ് എന്താണ് ഭഗവാൻ ഈ പറയുന്ന ഈ ആത്മാക്കളെ വരെ സംരക്ഷിച്ചു പോകാനുള്ള ചുമതല മഹാദേവൻ ഏറ്റെടുത്തത് കൊണ്ടാണ് ആ മഹാദേവനെ എല്ലാ ദേവന്മാരുടെ എല്ലാം ദേവനായിട്ട് മഹാദേവനായിട്ട് ഭഗവാൻ ശിവഭഗവാനെ പൂജിക്കുന്നത്. അപ്പം ഭഗവാൻ അത്രയും ഉയർന്ന ഒരു ഇത് കൊടുക്കുന്നത് അതുകൊണ്ടാണ്. കാരണം മറ്റാർക്കും കഴിയാത്ത കാര്യമാണ് ശിവഭഗവാൻ ചെയ്യുന്നത്, ശിവഭഗവാന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ ആ ഭഗവാൻ ദേവന്മാരുടെ തന്നെ ദേവനാണ് മഹാദേവൻ. മനസ്സിലായോ? അത് മനസ്സിലാക്കുക. ശ്രീകൃഷ്ണ ഭഗവാനും അതുപോലെ വിഷ്ണു ഭഗവാനും ദേവിമാരും ബ്രഹ്മാവും സരസ്വതി ദേവിയും ലക്ഷ്മി ദേവിയും ഭദ്രദേവിയും ദുർഗാദേവിയും പാർവതി ദേവിയും ദേവന്മാരും സകല സൂര്യചന്ദ്ര ദേവന്മാര് ഇന്ദ്രദേവന്മാര് വരുണദേവന്മാരും എല്ലാ ദേവന്മാരും എല്ലാവരും പ്രാർത്ഥിക്കുന്ന ദേവനാണ്. ദേവന്മാരുടെ എല്ലാം ദേവനാണ് മഹാദേവൻ. മഹാദേവൻ എന്ന് പറഞ്ഞാൽ അത്രയും ഉന്നതിയാണ്, അത് മനസ്സിലാക്കുക. ആ മഹാദേവ ഭക്തൻ എന്ന് പറഞ്ഞാൽ അത്രയും ഉയർന്നതാണ്, ഉന്നതിയാണ്, അത്രയും ഇതാണ്. മനസ്സിലാക്കുക അത് നിങ്ങൾ. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് ഭഗവാൻ. അപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞാൽ അത്രയും ഈ ഒരൊറ്റ കാര്യമുള്ളൂ ഭഗവാൻ അത്രയും ഒരു സൗമ്യമായിട്ടുള്ള സ്വഭാവം ആയതുകൊണ്ട്, ഭഗവാൻ ഒരു ക്ഷിപ്രപ്രസാദി ആയതുകൊണ്ട്, പക്ഷെ മുന്നും പിന്നും നോക്കാതെ അവർ അസുരനാണോ അല്ലെങ്കിൽ ദേവനാണോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എന്താണ് അസുര ചിന്തയാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ നോക്കാതെ അവർക്ക് വരം കൊടുക്കും. ആ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ എനിക്ക് പരാതി. ആ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ മഹാദേവനിൽ ഒരു ഇതായിട്ടുള്ളത്, ദേവിയിലും. അത് മാറ്റി കഴിഞ്ഞാൽ അത് ഇതേ പറയാനുള്ളൂ. അല്ലാതെ കഴിഞ്ഞാൽ എല്ലാം നല്ല ഇതാണ്. അപ്പൊ അതാണ് മഹാദേവൻ എന്ന് പറയുന്നത്. അപ്പൊ ആ മഹാദേവന് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വടക്കുന്നാഥ ക്ഷേത്രത്തിലൊക്കെ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ദർശനം നടത്തുക. നമുക്ക് അടുത്ത് തന്നെ ശിവക്ഷേത്രങ്ങളൊക്കെ കാണാം. അവിടെയൊക്കെ നമ്മൾ തിങ്കളാഴ്ച ദിവസങ്ങളിലെങ്കിലും, വേറുള്ള ദിവസങ്ങളിൽ പോകുന്ന തിങ്കളാഴ്ച ദിവസങ്ങളെങ്കിലും പോയി പ്രാർത്ഥിക്കുക. അതുപോലെ ഈ ഞാൻ പറഞ്ഞ പോലെയുള്ള പിൻവിളക്ക് മുൻവിളക്ക് വഴിപാടുകള്, പിന്നെ ഭഗവാന് ജലധാരയൊക്കെ നടത്തുന്നത് നല്ലതായിരിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതായിരിക്കും. കുഞ്ഞുങ്ങളുടെ പേരിലൊക്കെ ജലധാരയൊക്കെ നടത്തിയാലും അങ്ങനെയൊക്കെ നല്ലതായിരിക്കും. കുടുംബ ഭദ്രതയാണ്. പിന്നെ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് കുടുംബ ഭദ്രതയ്ക്ക് നല്ലതായിരിക്കും. അപ്പൊ അതൊക്കെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമഃശിവായ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഇനി രാധാറാണിയുടെ ഒരു കാര്യം പറയാം. രാധാറാണി തന്നെ ശിവഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട്. രാധാറാണി തന്നെ ഭഗവാന് ജലധാരയൊക്കെ നടത്താറുണ്ട്. കാരണം രാധാറാണിക്ക് രാധാകൃഷ്ണന്മാര് ചിലപ്പോ പിണക്ക അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ രാധാറാണിക്ക് ചിലപ്പോ കൃഷ്ണൻ ഇല്ലാത്ത ടൈമിലൊക്കെ എന്താ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് രാധാറാണിയുടെ എന്തൊക്കെയാണ് അതിനുള്ള വഴികളൊക്കെ തെളിച്ചു കൊടുക്കുന്നത്, രാധാറാണിക്ക് മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതൊക്കെ ശിവഭഗവാനാണ്. അപ്പം രാധാറാണി പോലും എന്താ പറയാ ശിവഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട്. രാധാറാണി പോലും എന്താ പറയാ ശിവഭഗവാന്റെ അടുത്ത് വന്നിട്ട് ആ ശിവലിംഗത്തില് ഇങ്ങനെ പാലഭിഷേകമൊക്കെ ചെയ്ത് കൂവളയിലയൊക്കെ സമർപ്പിച്ച് അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ കൂവളയിലയുടെ കാര്യം പറഞ്ഞപ്പോൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടം കൂവളയിലയാണ്. അപ്പൊ നിങ്ങൾ ആ കൂവള ഇലയും മാല കെട്ടിയിട്ട് സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഉത്തമമായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഓം നമഃശിവായ. സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേശ്യാം. ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. ഔസം അനിയൻ, ഔസം ഡാർക്ക് സോ, ധനേഷ് ധനു, കുക്കു ധന്യ, നസ്രീൻ, രമ, കലാസാഗർ, സഞ്ജു, രാജേഷ് രാജ്, റംഷി, ആർത്തുർ, എ വൈസ് ഫുൾ, രഞ്ജിനി, കവിത, ധ്യാൻ. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം ഞാൻ നിർത്തുകയാണ്. ഇനി അടുത്തത് നമുക്ക് നാരായണീയം ക്ലാസ്സിൽ കാണാം. സർവം കൃഷ്ണ അർപ്പണമസ്തു. ഓം നമഃശിവായ. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേശ്യാം.